Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ എൽഡർലി മാൻ ആൻഡ് ഹിസ് ഡോട്ടർ ഇൻ ലോ. എൽഡർലി എന്നാൽ പ്രായം ചെന്ന, വയസ്സായിട്ടുള്ള ഒരു പുരുഷനും അദ്ദേഹത്തിൻ്റെ മരുമകളും. ഡോട്ടർ ഇൻ ലോ എന്നാൽ മരുമകൾ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. റോബർട്ട് ഹാഡ് വൈസ്ലി സേവ്ഡ് സം മണി ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ ഹിസ് ഓൾഡ് ഏജ്. റോബർട്ട് ഹാഡ് വൈസ്ലി സേവ്ഡ്. വൈസ്ലി എന്നാൽ വിവേകപരമായി, ബുദ്ധിയോടെ എന്നൊക്കെയാണ് അർത്ഥം. റോബർട്ട് ഹാഡ് വൈസ്ലി സേവ്ഡ്. റോബർട്ട് ബുദ്ധിയോടെ സേവ്ഡ്, മിച്ചം വച്ചിട്ടുണ്ടായിരുന്നു. റോബർട്ട് ബുദ്ധിപരമായിട്ട് കുറച്ച് പണം മിച്ചം വച്ചിട്ടുണ്ടായിരുന്നു. ടു മേക്ക് പ്രൊവിഷൻസ്. പ്രൊവിഷൻ എന്നതിന് ഇവിടെ അർത്ഥം കരുതൽ നടപടി എന്നുള്ള അർത്ഥമാണ്. പ്രൊവിഷൻസ് കരുതൽ നടപടികൾക്ക് വേണ്ടി. ഫോർ ഹിസ് ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് എന്നാൽ വാർദ്ധക്യകാലത്തേക്ക് വേണ്ടിയിട്ട്, അതിനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട്, മുൻകരുതൽ നടപടികൾക്ക് വേണ്ടിയിട്ട് റോബർട്ട് കുറച്ച് പണം ബുദ്ധിപരമായിട്ട് മിച്ചം വച്ചിട്ടുണ്ടായിരുന്നു. ഹവവർ എന്നാൽ ഹെൻറി ഹാഡ് സ്പെൻഡ് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. സ്പെൻഡ് എന്നതിൻ്റെ പാസ്റ്റാണ് സ്പെൻഡ്. ഇത് ചെറിയൊരു വ്യത്യാസമാണ്. ഒന്നാമത്തെ ഫോം ആയിരിക്കുമ്പോൾ ഡി ആയിരിക്കും. രണ്ടാമത്തെ ഫോം ചിലവഴിച്ചു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ടി ആയിരിക്കും. ഹെൻറി ഹാഡ് സ്പെൻഡ്. ഹെൻറി ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഓൾ ഹിസ് ഏണിങ്സ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും. ആൻഡ് ഹാഡ് നോ മണി ലെഫ്റ്റ് ഫോർ ഹിസ് ഓൾഡ് ഏജ്. ആൻഡ് ഹാഡ് നോ മണി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പണമില്ലായിരുന്നു. ലെഫ്റ്റ് എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം ബാക്കിയില്ലായിരുന്നു. ഫോർ ഹിസ് ഓൾഡ് ഏജ്, അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം ഇല്ലായിരുന്നു. റോബർട്ട് എൻജോയ്ഡ് റെസ്പെക്റ്റ് ഫ്രം ഹിസ് ഫാമിലി. റോബർട്ട് ആസ്വദിച്ചു. റെസ്പെക്റ്റ് ബഹുമാനം ആസ്വദിച്ചു. ഫ്രം ഹിസ് ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബന്ധുക്കളുടെ അടുക്കൽ നിന്നുള്ള ബഹുമാനം അദ്ദേഹം ആസ്വദിച്ചു. ഹിസ് സൺസ് ആൻഡ് ദെയർ വൈഫ്സ് ഒബെയ്ഡ് ഹിം. ഹിസ് സൺസ് അദ്ദേഹത്തിൻ്റെ മക്കൾ, ആൻഡ് ദെയർ വൈഫ്സ് ആ ആൺമക്കളുടെ ഭാര്യമാർ. ഒബെയ്ഡ് ഹിം, ഒബേ എന്നാൽ അനുസരിക്കുക. ഒബെയ്ഡ് ഹിം, അദ്ദേഹത്തെ അനുസരിച്ചിരുന്നു. അദ്ദേഹത്തെ ആ ഭാര്യമാർ ആൺമക്കളുടെ ഭാര്യമാർ ബഹുമാനിച്ചു. ഹവവർ ദാറ്റ് വാസ് നോട്ട് ദ കേസ് വിത്ത് ഹെൻറി. ഹവവർ എന്നാൽ ഹെൻറിയുടെ കാര്യത്തിൽ ഇതായിരുന്നില്ല സംഭവിച്ചത്. ഹി വാസ് ഫേസിങ് ഡിഫിക്കൽറ്റീസ് ഇൻ ലൈഫ്. അദ്ദേഹം നേരിടുകയായിരുന്നു, അഭിമുഖീകരിക്കുകയായിരുന്നു. ഡിഫിക്കൽറ്റീസ് ബുദ്ധിമുട്ടുകൾ. ഇൻ ലൈഫ് ജീവിതത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വൺ ഡേ ദ ടു ഫ്രണ്ട്സ് മെറ്റ് ഇൻ എ പാർക്ക് ആൻഡ് ടോക്ക്ഡ് അബൌട്ട് ദെയർ ലൈഫ്സ്. വൺ ഡേ ഒരു ദിവസം, ദ ടു ഫ്രണ്ട്സ് ഈ രണ്ട് സുഹൃത്തുക്കളും റോബർട്ടും ഹെൻറിയും മെറ്റ് എന്നാൽ കണ്ടുമുട്ടി. മീറ്റ് എന്നതിൻ്റെ പാസ്റ്റാണ് മെറ്റ്, കണ്ടുമുട്ടി. ഇൻ എ പാർക്ക് ഒരു പാർക്കിൽ വച്ച്. ആൻഡ് ടോക്ക്ഡ് അങ്ങനെ അവർ സംസാരിച്ചു. എബൌട്ട് ദെയർ ലൈഫ്സ് അവരുടെ ജീവിതങ്ങളെ പറ്റിയിട്ട് അവർ സംസാരിച്ചു. പുവർ ഹെൻറി ലെമെൻറ്റഡ് സേയിങ് ബ്രദർ ഐ ആം ഇൻ ഡീപ്പ് ട്രബിൾ. പുവർ ഹെൻറി പാവമായിട്ടുള്ള സാധുവായ ഹെൻറി. ലെമെൻറ്റ് എന്നാൽ കരയുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ലെമെൻറ്റഡ് കരഞ്ഞു. സേയിങ് പറഞ്ഞുകൊണ്ട്. ബ്രദർ സഹോദര. ഐ ആം ഇൻ ഡീപ്പ് ട്രബിൾ എന്നതിന് ഇവിടെ അർത്ഥം കഷ്ടപ്പാട്, ദുഃഖം, ഇതൊക്കെയാണ്. ഞാൻ അഗാധമായ ദുഃഖത്തിലാണ്, അതല്ലെങ്കിൽ ഞാൻ അഗാധമായ കഷ്ടപ്പാടിലാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഹെൻറി കരഞ്ഞു. മൈ സൺ ഡസ് വാട്ട് ഹിസ് വൈഫ് ടെൽസ് ഹിം ടു ഡു. മൈ സൺ ഡസ് എൻ്റെ മകൻ ചെയ്യുന്നു. വാട്ട് ഹിസ് വൈഫ് ടെൽസ് ഹിം അവൻ്റെ ഭാര്യ എന്താണോ അവനോട് പറയുന്നത് അവൻ അത് ചെയ്യുന്നു. ടു ഡു ചെയ്യാൻ പറയുന്നത്. ഭാര്യ എന്താണോ ചെയ്യാൻ അവനോട് പറയുന്നത് അത് മകൻ ചെയ്യുന്നു. ദേ ഡോണ്ട് റെസ്പെക്റ്റ് മീ അറ്റ് ഓൾ. ദേ ഡോണ്ട് റെസ്പെക്റ്റ് അവർ ബഹുമാനിക്കുന്നില്ല. മീ എന്നെ. അറ്റോൾ എന്നാൽ ഒട്ടും തന്നെ എന്നുള്ള അർത്ഥമാണ്.
അവർ ഒട്ടും തന്നെ എന്നെ ബഹുമാനിക്കുന്നില്ല. They have crossed their limits so much that they have crossed അവർ ലംഘിച്ചിട്ടുണ്ട് their limits അവരുടെ പരിധികൾ so much that എന്നാൽ എത്രത്തോളം എന്ന് വെച്ചാൽ എന്നുള്ള അർത്ഥമാണ്. എത്രത്തോളം എന്ന് വച്ചാൽ മൈ കോട്ട് ഈസ് പുട്ട് ഔട്ട് സൈഡ് ദ റൂം ഇൻ മൈ ഓൺ ഹൗസ്. ഇത്രമാത്രം എന്താണ് മൈ കോട്ട് ഈസ് പുട്ട് ഔട്ട് സൈഡ്, എൻ്റെ കോട്ട് പുറത്തേക്ക് എറിയപ്പെട്ടു, എൻ്റെ കോട്ട് പുറത്തേക്ക് എറിഞ്ഞു. ദ റൂം എന്താണ് പുറത്തേക്കിട്ടു. ദ റൂം ഇൻ മൈ ഓൺ ഹൗസ് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും എന്താണ് എൻ്റെ കോട്ട് പുറത്തേക്കിട്ടു. റൂമിൽ നിന്നും എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും റൂമിൽ നിന്നും എന്താണ് എൻ്റെ കോട്ട് പുറത്തേക്ക് ഇട്ടു. അത്രമാത്രം എന്താണ് അവർ പരിധി ലംഘിച്ചു. സംടൈംസ് ഐ വിഷ് ടു ഗോ അവേ, ചില സമയങ്ങളിൽ ഞാൻ അവിടെ നിന്നും ഐ ഗോ അവേ എന്നാൽ ഗോ അവേ എന്നാൽ ദൂരെ പോകുക, ഞാൻ അവിടെ നിന്നും ദൂരേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കാറുണ്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ്. വേർ ക്യാൻ യു ഗോ ഇൻ ദിസ് ഓൾഡ് ഏജ്, വേർ ക്യാൻ യു ഗോ നിനക്ക് എവിടേക്ക് പോകാൻ സാധിക്കും. ഇൻ ദിസ് ഓൾഡ് ഏജ് ഈ വാർദ്ധക്യകാലത്ത് നിനക്ക് എവിടേക്ക് പോകാൻ സാധിക്കും. റിമെമ്പർ എന്നാൽ മറക്കാതിരിക്കുക, ഓർമ്മിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഓൾവേസ് ആസ്ക്ഡ് യു ടു സേവ് സംതിങ് ഫോർ ഓൾഡ് ഏജ്. ഐ ഓൾവേസ് ഞാൻ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ആസ്ക്ഡ് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. യു നിന്നോട് ടു സേവ് സംതിങ് ഫോർ ഓൾഡ് ഏജ്, സേവ് എന്നാൽ മിച്ചം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് എപ്പോഴും ആവശ്യപ്പെടാറുണ്ടായിരുന്നു. സംതിങ് എന്തെങ്കിലും മിച്ചം വെക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഫോർ ഓൾഡ് ഏജ് വാർദ്ധക്യകാലത്തേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മിച്ചം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് എപ്പോഴും ആവശ്യപ്പെടാറുണ്ടായിരുന്നു. യു നെവർ ലിസൺ ടു മീ നീ ഒരിക്കലും ഞാൻ പറയുന്നത് അനുസരിച്ചില്ല. നൗ ഇപ്പോൾ ഡു ആസ് ഐ ടെൽ യു, നൗ ഇപ്പോൾ ഡു ചെയ്യുക, ആസ് എന്നാൽ പോലെ എന്നുള്ള അർത്ഥമാണ്. ഐ ടെൽ യു ആസ് ഐ ടെൽ യു ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ ചെയ്യുക. ദിസ് ട്രിക്ക് വിൽ ചേഞ്ച് യുവർ ലക്ക്. ദിസ് ട്രിക്ക് എന്നാൽ ഇവിടെ അർത്ഥം കൗശലം എന്നുള്ള അർത്ഥമാണ്, ഉപായം, ഇതൊക്കെയാണ് അർത്ഥം. ദിസ് ട്രിക്ക് ഈ കൗശലം, വിൽ ചേഞ്ച് ഈ കൗശലം മാറ്റിമറിക്കും, യുവർ ലക്ക് എന്ന യോഗം എന്നുള്ള അർത്ഥമാണ്. നിന്റെ യോഗത്തെ ഈ കൗശലം മാറ്റിമറിക്കും. സെഡ് റോബർട്ട് പറഞ്ഞു. റോബർട്ട് വിസ്പേർഡ് എന്നാൽ മന്ത്രിക്കുക എന്നുള്ള അർത്ഥമാണ്. റോബർട്ട് ചെവിയിൽ മന്ത്രിച്ചു. ഗെറ്റ് എ പോട്ട് ഫുൾ ഓഫ് അയൺ പീസസ് ഇൻ ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ഗോൾഡ് കോയിൻസ്. ഗെറ്റ് എ പോട്ട് ഫുൾ ഓഫ് അയൺ പീസസ്. പോട്ട് എന്നാൽ കുടം, ഒരു കുടത്തിനകത്ത് മുഴുവനായിട്ടും ഇരുമ്പ് കഷ്ണങ്ങൾ ഇടുക. ഇൻ ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ഗോൾഡ് കോയിൻസ് സ്വർണ്ണ നാണയങ്ങളുടെ ആകൃതിയിലും അതിൻ്റെ വലിപ്പത്തിലും ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ ആ കുടത്തിനകത്തേക്ക് ഇടുക. ആൻഡ് പുട്ട് ദം ഇൻ എ ബ്രാസ് പോട്ട്. ബ്രാസ് എന്നാൽ പിച്ചള എന്നുള്ള അർത്ഥമാണ്. പോട്ട് എന്നാൽ കുടം. ആൻഡ് പുട്ട് ദം അവകളെ, ആ ഇരുമ്പിൻ കഷ്ണങ്ങളെ ഇടുക. ഇൻ എ ബ്രാസ് പോട്ട് ഒരു പിച്ചളയുടെ കുടത്തിൽ ഇടുക. ക്ലോസ് ദ പോട്ട്സ് മൗത്ത് ആസ് ടൈറ്റ്ലി ആസ് വൺ സീൽസ് എ ട്രഷർ. ക്ലോസ് അടക്കുക, ദ പോട്ട്സ് മൗത്ത് ആ കുടത്തിൻ്റെ മൗത്ത് വായ അടയ്ക്കുക. ആസ് എന്നാൽ എന്ന പോലെ എന്നുള്ള അർത്ഥമാണ്. ടൈറ്റ്ലി ആസ് വൺ സീൽസ് എ ട്രഷർ. വൺ എന്നാൽ ഇവിടെ ഒരു വ്യക്തി എന്നുള്ള അർത്ഥമാണ്. ഒരു വ്യക്തി സീൽ എന്നതിനർത്ഥം സ്വകാര്യമായി വയ്ക്കുക, സ്ഥിരപ്പെടുത്തുക, ദൃഢീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അടയ്ക്കുക. ട്രഷർ എന്നാൽ നിധി. ആ കുടത്തിൻ്റെ വായ അടയ്ക്കുക. ഒരു വ്യക്തി സ്വർണ്ണ നാണയം സ്വകാര്യമായിട്ട് വയ്ക്കുന്ന പോലെ, അടച്ചു വയ്ക്കുന്ന പോലെ അതിൻ്റെ വായ്ഭാഗം അടയ്ക്കുക. കീപ് ദിസ് പോട്ട് അണ്ടർ യുവർ കോട്ട്. കീപ് സൂക്ഷിക്കുക, ദിസ് പോട്ട് ഈ കുടം സൂക്ഷിക്കുക, അണ്ടർ യുവർ കോട്ട് എന്നതിന് ഇവിടെ അർത്ഥം കട്ടിൽ എന്നുള്ള അർത്ഥമാണ്. കിടക്കുന്ന കട്ടിൽ, അതിന് താഴെയായിട്ട് ഈ കുടം വയ്ക്കുക. അണ്ടർ എന്നാൽ താഴെ.
ടേക്ക് ദ പോട്ട് ഔട്ട് ആൻഡ് ഷേക്ക് ഇറ്റ് വെൽ എവരി നൈറ്റ്. ടേക്ക് എടുക്കുക, ദ പോട്ട് ആ കുടം എടുക്കുക, ഔട്ട് പുറത്തേക്ക് എടുക്കുക, ആൻഡ് ഷേക്ക് എന്നിട്ട് ഷേക്ക് എന്നാൽ കുലുക്കുക, കുലുക്കുക, ഇറ്റ് വെൽ എന്നാൽ നന്നായിട്ട് കുലുക്കുക, എവരി നൈറ്റ് എല്ലാ ദിവസവും രാത്രി, എല്ലാ ദിവസവും രാത്രിയിൽ ആ കുടം പുറത്തേക്കെടുത്ത് നല്ല പോലെ കുലുക്കുക. The sound of iron pieces will trick your son and his wife into believing that you have a treasure of gold coins in the pot. The sound of iron pieces. ആ ഇരുമ്പിൻ കഷ്ണങ്ങളുടെ ശബ്ദം വിൽ ട്രിക്ക് എന്നാൽ കബളിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. വിൽ ട്രിക്ക് കബളിപ്പിക്കും. ആ സ്വർണ്ണ നാണയങ്ങൾ ഇരുമ്പിൻ കഷ്ണങ്ങളുടെ ശബ്ദം അത് കുലുക്കുമ്പോഴുള്ള ആ ശബ്ദം അത് കബളിപ്പിക്കും. യുവർ സൺ നിൻ്റെ മകനെ ആൻഡ് ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഇൻ ടു ബിലീവിങ് വിശ്വാസത്തിലേക്ക്. ദാറ്റ് യു ഹാവ് എ ട്രഷർ നിനക്കൊരു നിധിയുണ്ട്, ഓഫ് ഗോൾഡ് കോയിൻസ് സ്വർണ്ണ നാണയങ്ങളുടെ നിധിയുണ്ട്, ഇൻ ദ പോട്ട് ആ കുടത്തിനകത്ത്. ആ കുടം കുലുക്കുന്ന സമയത്ത് ഉള്ള ശബ്ദം സ്വർണ്ണ നാണയങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സ്വർണ്ണ നാണയം ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും വിശ്വസിക്കും. ആ നിലക്ക് അവരെ അവരെ കബളിപ്പിക്കാൻ സാധിക്കും. അത് നിൻ്റെ ജീവിതം മാറ്റിമറിക്കും. Their attitude towards you will change automatically. Their attitude എന്നാൽ ഇവിടെ അർത്ഥം പെരുമാറ്റം എന്നുള്ള അർത്ഥമാണ്. ടുവേർഡ്സ് നിന്നോടുള്ള അവരുടെ പെരുമാറ്റം വിൽ ചേഞ്ച് മാറിമറിയും. ഓട്ടോമാറ്റിക്കലി എന്നാൽ സ്വയമേവ അവരുടെ നിന്നോടുള്ള പെരുമാറ്റം മാറും. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഹെൻറി ഫോളോ എന്നാൽ ഇവിടെ അനുകരിക്കുക, അനുസരിക്കുക ഇതൊക്കെയാണ് അർത്ഥം. ഹെൻറി അനുസരിച്ചു ഹിസ് ഫ്രണ്ട്സ് അഡ്വൈസ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഉപദേശം അദ്ദേഹം പിന്തുടർന്നു, അതുപോലെ ചെയ്തു. ആൻഡ് ഡിഡ് ചെയ്തു. ആ സജസ്റ്റ് എന്നാൽ നിർദ്ദേശിക്കുക. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നിർദ്ദേശിച്ച പോലെ അദ്ദേഹം അടുത്ത ദിവസം ചെയ്തു. എവരി നൈറ്റ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് എല്ലാ ദിവസം രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഹി വുഡ് ടേക്ക് ഔട്ട് ദ പോട്ട് ആൻഡ് ഷേക്ക് ഇറ്റ് വെൽ ടു മേക്ക് ജിംഗ്ലിംഗ് സൗണ്ട്സ്. ഹി വുഡ് ടേക്ക് അദ്ദേഹം എടുക്കുമായിരുന്നു, വുഡ് ടേക്ക് ഔട്ട് ദ പോട്ട് അദ്ദേഹം ആ കുടം പുറത്തേക്കെടുക്കുമായിരുന്നു, ആൻഡ് ഷേക്ക് എന്നിട്ട് അദ്ദേഹം കുലുക്കും, ഇറ്റ് അത് ആ കുടം, വെൽ വളരെ നന്നായിട്ട്, ടു മേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജിംഗ്ലിംഗ് സൗണ്ട്സ് ആ കിലുങ്ങുന്ന ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ ദിവസവും ആ കുടം പുറത്തേക്കെടുത്ത് അദ്ദേഹം കുലുക്കുമായിരുന്നു. വൺ നൈറ്റ് ഒരു ദിവസം രാത്രി ഹെൻറീസ് ഡോട്ടർ ഇല്ലോ ഹെൻറിയുടെ മരുമകൾ ഹേഡ് കേട്ടു. ഹിയർ എന്നാൽ കേൾക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഹേഡ് കേട്ടു. ദ ജിംഗ്ലിംഗ് നോയ്സ് ആ കിലുങ്ങുന്ന ശബ്ദം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മരുമകൾ കേട്ടു. ഷീ പീപ്ഡ് ഔട്ട്സൈഡ് ഹെർ റൂം ആൻഡ് സോ ഹിം ഷേക്കിംഗ് ദ പോട്ട്. ഷീ പീപ്ഡ് ഔട്ട്സൈഡ് ഹെർ റൂം അവളുടെ റൂമിൽ നിന്നും, പീപ്പ് എന്നതിനർത്ഥം എത്തി നോക്കുക എന്നുള്ള അർത്ഥമാണ്. ഷീ പീപ്ഡ് ഔട്ട്സൈഡ് ഹെർ റൂം അവളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കി. ആൻഡ് സോ അങ്ങനെ എത്തി നോക്കിയപ്പോൾ അവൾ കണ്ടു ഹിം അദ്ദേഹത്തെ കണ്ടു. ഷേക്കിംഗ് ദ പോട്ട് ആ കുടം കുലുക്കുന്നതായിട്ട് അവൾ കണ്ടു. ഷീ ക്വിക്ക്ലി ഇൻഫോംഡ് ഹെർ ഹസ്ബൻഡ്. ഷീ ക്വിക്ക്ലി അവൾ പെട്ടെന്ന് ഇൻഫോംഡ് അറിയിച്ചു ഹെർ ഹസ്ബൻഡ് അവളുടെ ഭർത്താവിനെ അറിയിച്ചു. ലുക്ക് നോക്കൂ, യുവർ ഓൾഡ് ഫാദർ ഹാസ് ബീൻ ഫൂളിംഗ് അസ് നിങ്ങളുടെ പ്രായമായ അച്ഛൻ ഹാസ് ബീൻ ഫൂളിംഗ് അസ് നിങ്ങളുടെ പ്രായമായ അച്ഛൻ നമ്മളെ ഫൂൾ എന്നാൽ കബളിപ്പിക്കുക, വഞ്ചിക്കുക ഇതൊക്കെയാണ് അർത്ഥം. നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. ഹി ഹാസ് എ പോട്ട് ഫുൾ ഓഫ് ഗോൾഡ് കോയിൻസ്. ഹി ഹാസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ട് എ പോട്ട് ഒരു കുടം ഫുൾ ഓഫ് ഗോൾഡ് കോയിൻസ് മുഴുവനായിട്ടും സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു കുടം അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ട്. ദ സൺ വാസ് ഈക്വലി അമേസ്ഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ പോട്ട്. ദ സൺ മകൻ വാസ് ഈക്വലി ഒരുപോലെ അമേസ്ഡ് ആശ്ചര്യപ്പെട്ടു അറ്റ് ദ സൈറ്റ് ഓഫ് ദ പോട്ട് ആ സ്വർണ്ണ ആ കുടം കണ്ട് ആ കുടത്തിൻ്റെ കാഴ്ച കണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഒരുപോലെ ആശ്ചര്യപ്പെട്ടു.
ഹി സെഡ് അദ്ദേഹം പറഞ്ഞു, മകൻ പറഞ്ഞു, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ അത് അസാധ്യമായതാണ്, അത് സംഭവിക്കാൻ ഇടയില്ല. ഇഫ് ഹി ഹാഡ് എനി മണി. മണി എന്നതിന് ഇവിടെ നാണയം എന്നുള്ള അർത്ഥമുണ്ട്, സമ്പത്ത് എന്നുള്ള അർത്ഥമുണ്ട്. ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും നാണയം ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഹി ഹാഡ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ, എനി മണി എന്തെങ്കിലും നാണയം, ഏതെങ്കിലും നാണയം അല്ലെങ്കിൽ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹി വുഡ് ഹാവ് ടോൾഡ് മീ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. ഹി വുഡ് ഹാവ് ടോൾഡ് മീ എന്നാൽ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞേനെ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ദീസ് ഓൾഡ് മെൻ ആർ വെരി സീക്രറ്റീവ്. സീക്രറ്റീവ് എന്നാൽ രഹസ്യമായ, രഹസ്യം സൂക്ഷിക്കുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ദീസ് ഓൾഡ് മെൻ ഈ പ്രായമായിട്ടുള്ള പുരുഷന്മാർ ആർ വെരി സീക്രറ്റീവ് വളരെ അധികം രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നവരാണ്. ഈ പ്രായമായ പുരുഷന്മാർ എന്താണ്, രഹസ്യം സൂക്ഷിക്കാൻ താല്പര്യമുള്ളവരാണ്. ഐ ഡു നോട്ട് ഡൗട്ട് ഞാൻ സംശയിക്കുന്നില്ല, ദാറ്റ് യുവർ ഫാദർ ഹാസ് ട്രഷർ നിങ്ങളുടെ അച്ഛൻ്റെ പക്കൽ നിധിയുണ്ട്. ഞാൻ അത് സംശയിക്കുന്നില്ല, ഞാൻ സംശയിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിധിയുണ്ട്. ആ മരുമകൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഐ വിൽ ട്രീറ്റ് ഹിം വെൽ. ട്രീറ്റ് എന്നാൽ പെരുമാറുക എന്നുള്ള അർത്ഥമുണ്ട്, സേവിക്കുക ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. വെൽ എന്നാൽ വളരെ നന്നായിട്ട്, ഞാൻ അദ്ദേഹത്തെ വളരെ നന്നായിട്ട് അദ്ദേഹത്തെ ഞാൻ പരിചരിക്കും. സെഡ് ദ ഡോട്ടർ ഇൻ ലോ മരുമകൾ പറഞ്ഞു. ഹെൻറീസ് ഡോട്ടർ ഇൻ ലോ നൗ സ്റ്റാർട്ടഡ് ട്രീറ്റിംഗ് ഹിം നൈസ്ലി. ഹെൻറീസ് ഡോട്ടർ ഇൻ ലോ ഹെൻറിയുടെ മരുമകൾ നൗ സ്റ്റാർട്ടഡ് ട്രീറ്റിംഗ് ഇപ്പോൾ എന്താണ്, ട്രീറ്റ് എന്നാൽ പരിചരിക്കാൻ ആരംഭിച്ചു. ഹിം അദ്ദേഹത്തെ, നൈസ്ലി എന്നാൽ സൗമ്യമായിട്ട് നല്ല രീതിയിൽ അദ്ദേഹത്തെ പരിചരിക്കാൻ ആരംഭിച്ചു. ആൻഡ് ദ സൺ ഓൾസോ ബിക്കെയിം ഒബീഡിയൻറ്റ്. ഒബീഡിയൻ്റ് എന്നാൽ അർത്ഥം അനുസരണയുള്ള എന്നുള്ള അർത്ഥമാണ്. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. ആൻഡ് ദ സൺ ഓൾസോ ബിക്കെയിം ഒബീഡിയൻറ്റ് അദ്ദേഹത്തിൻ്റെ മകനും അനുസരണാശീലം ഉള്ളവനായി മാറി. ഇയേഴ്സ് പാസ്ഡ് ബൈ ലൈക്ക് ദിസ്. ലൈക്ക് ദിസ് എന്നാൽ ഇതുപോലെ. ഇയേഴ്സ് പാസ്ഡ് ബൈ ലൈക്ക് ദിസ് വർഷങ്ങൾ ഇതുപോലെ കഴിഞ്ഞുപോയി. ഹെൻറി വാസ് സ്പെൻഡിങ് ഹിസ് ഡേയ്സ് ഹാപ്പിലി. ഹെൻറി ചിലവഴിക്കുകയായിരുന്നു ഹിസ് ഡേയ്സ് അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ ഹാപ്പിലി വളരെ സന്തോഷത്തോടെ. ഹെൻറി അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ വളരെ സന്തോഷത്തോടെ ചിലവഴിക്കുകയായിരുന്നു. വൺ ഡേ ഒരു ദിവസം, ഹി ഫെൽ ഇൽ ആൻഡ് ഡൈഡ് അദ്ദേഹം രോഗിയായി, അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. ഫെൽ ഇൽ എന്നാൽ രോഗശയ്യയിലാകുക എന്നുള്ള അർത്ഥം, രോഗിയായി മാറുക. അദ്ദേഹത്തിന് രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു. ദ സൺ ആൻഡ് ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പെർഫോം എന്നാൽ നിർവഹിക്കുക, നിർവഹിച്ചു. ഹിസ് ലാസ്റ്റ് റൈറ്റ്സ് എന്നാൽ കർമ്മങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. ആൻഡ് റിട്ടേൺഡ് ഹോം അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. ദേ ഹറിഡ്ലി ടുക്ക് ഔട്ട് ദ പോട്ട് ഫ്രം അണ്ടർ ദ ബെഡ് ആൻഡ് ഓപ്പൺ ഇറ്റ്. അവർ ഹറിഡ്ലി എന്നാൽ ധൃതിയിൽ എന്നുള്ള അർത്ഥമാണ്. ധൃതിയിൽ ടുക്ക് ഔട്ട് ദ പോട്ട് അവർ ആ കുടം പുറത്തേക്കെടുത്തു. ഫ്രം അണ്ടർ ദ ബെഡ് കിടക്കക്ക് അടിയിൽ നിന്ന്, ആ ബെഡിന് താഴെ നിന്നും അവർ ധൃതിയിൽ ആ കുടം പുറത്തേക്കെടുത്തു. ആൻഡ് ഓപ്പൺഡ് ഇറ്റ് എന്നിട്ട് അവർ അത് തുറന്നു. ദേ വേർ സർപ്രൈസ്ഡ് ടു സീ അയൺ പീസസ് ഇൻസ്റ്റെഡ് ഓഫ് ഗോൾഡ്. അവർ ആശ്ചര്യപ്പെട്ടു. ടു സീ കണ്ട്, അയൺ പീസസ് ഇരുമ്പിൻ കഷ്ണങ്ങൾ കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ഇൻസ്റ്റെഡ് ഓഫ് ഗോൾഡ് എന്നാൽ പകരമായിട്ട്, സ്വർണ്ണ നാണയങ്ങൾക്ക് പകരമായിട്ട് ആ ഇരുമ്പിൻ കഷ്ണങ്ങൾ കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ദ സൺ ആൻഡ് ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അണ്ടർസ്റ്റുഡ് മനസ്സിലായി. ദ ട്രിക്ക് പ്ലേഡ് ബൈ ദെയർ ഫാദർ അവരുടെ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്ന കൗശലം എന്താണോ അത് അവർക്ക് മനസ്സിലായി. ആൻഡ് ഫെൽറ്റ് ദാറ്റ് ദ ഡിസേർവ്ഡ് ഇറ്റ്. ഫീൽ എന്നാൽ അനുഭവപ്പെടുക, തോന്നുക, ഇതൊക്കെയാണ് അർത്ഥം. അവർക്ക് തോന്നി. ഡിസേർവ് എന്നാൽ അർഹിക്കുക എന്നുള്ള അർത്ഥമാണ്. ദ ഡിസേർവ്ഡ് ഇറ്റ് അവർ ഇത് അർഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നി.